ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. നമ്മളിതിൽ കുറേ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചൊരു റോസ്റ്റ് ഉണ്ടാക്കുന്നത്, ഞണ്ട് റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമുക്കതെല്ലാം വെട്ടിയെടുക്കാം. അതിൻ്റെ കാലും തോടെല്ലാം കളഞ്ഞെടുക്കണം. അതിന് വേണ്ടി അത് വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മൾ. ഒരു കിലോ ഞണ്ടോളം ഉണ്ട്. അതിപ്പോൾ അതെല്ലാം അതിൻ്റെ കാലൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കുകയാണ് നമ്മളത്. കഴിയതിന് ശേഷം ഇനി നമ്മൾ അതിൻ്റെ തോട് പൊളിച്ചെടുക്കുകയാണ്. ഇതെല്ലാം ചിറകും ഇതെല്ലാം കളയണം. വേസ്റ്റ് സാധനം എല്ലാം കളഞ്ഞിട്ട് വേണം അത് കഴിയെടുക്കുകയാണ്. കടൽ ഞണ്ടാണത്. അതാണ് ഇത്ര ഹാർഡ് തോടൊക്കെ എടുക്കാൻ താമസം. തോടെല്ലാം കളഞ്ഞ് കഴിഞ്ഞാൽ അത് കഷ്ണങ്ങളാക്കാൻ കഴിയാതെ കഷ്ണങ്ങളാക്കുകയാണ്. കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മളത് അടുപ്പിൽ വെച്ച് അതിന് വേവിക്കാൻ പോവുകയാണ്. ആദ്യമേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് വേവിച്ചെടുക്കണം. എല്ലാം മിക്സ് ചെയ്യുവാണത്. മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് തുറന്ന് നോക്കാം. അങ്ങനെ ഞണ്ട് വെന്തിട്ടുണ്ട്. ആ വെള്ളം വറ്റണം. നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ച് വറ്റിയെടുക്കണം. അത് നല്ലൊരു അതിന് ശേഷം നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. വേറൊരു പാത്രത്തിൽ മസാല ഒക്കെ പുരട്ടിയെടുക്കണം. ആദ്യമായി ചട്ടി എടുത്തിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിനുശേഷം നമ്മൾ കുറച്ച് കടുക് വറുത്തെടുക്കണം.
കടുക് അങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാലക്കൂട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കണം. അതിന് മുന്നേ ആദ്യമായിട്ട് നമ്മളതിൻ്റെ ഉള്ളിയും തക്കാളിയും ചില്ലിയൊക്കെ അത് വാട്ടിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മസാല ചേർക്കുന്നത്. ഒനിയനൊക്കെ ഇട്ടിട്ടുണ്ട്. ഒനിയനും ചില്ലിയും കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളിയും എടുത്തത് ഇട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല ഉടഞ്ഞതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആദ്യം ഇത്രയും ചേർത്തിട്ട് നമുക്കതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ അതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ. അപ്പോൾ നല്ലപോലെ മസാലപ്പൊടി അതിന് ശേഷം നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ഇടാം. അങ്ങനെ എല്ലാം ഇട്ടു. അതിന് ശേഷം നമ്മളത് മിക്സ് ചെയ്യുകയാണത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളത് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് ശേഷം അത് തുറന്നെടുക്കാം. അതുകൊണ്ട് ഇപ്പം നല്ലപോലെ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. എന്നാലും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഗാർണിഷിനായിട്ട് വേപ്പിലയും കൂടെ വെക്കുക. എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം